ഞങ്ങൾ എല്ലാ കാലത്തും സ്വകാര്യവൽക്കരണത്തിനെതിരാണ്, ഇപ്പോഴും എതിരാണ്. ആര് പറഞ്ഞു ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല? സ്വകാര്യവൽക്കരണം, വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണ സ്വകാര്യവൽക്കരണം ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് അതിനെതിരെ തന്നെയാണ്. എന്താ വിഷയം? അപ്പോൾ നമ്മൾ അതിൻ്റെ കോറിലേക്ക് പോകണം. കോറ് നിൽക്കുന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും UGCയുടെയും ഇന്നത്തെ അധികാരങ്ങൾ എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. UGC എന്താ പറയുന്നത്? ഒരു കോളേജ് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനോ അധികാരം ഒരു NOC ചോദിച്ചാൽ NOCയുമായി ബന്ധപ്പെട്ട് സർക്കാർ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ, ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനം തുടങ്ങാം എന്നാണ് പുതിയ നിയമം. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ നമ്മൾ ഫെഡറൽ തത്വങ്ങളെക്കുറിച്ച് കൂടി അതിൻ്റെ അകത്ത് നിങ്ങളിത് പറയുമ്പോൾ ഫെഡറൽ തത്വങ്ങളും സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി ഫെഡറൽ തത്വങ്ങളിൽ ഇന്നിപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന അവരുടെ നിലപാടും കൂടി മനസ്സിലാക്കണം. അതിനെക്കൂടി ചേർക്കേണ്ടതുണ്ട്. അതിനെക്കൂടി ചേർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിലപാടുകളും ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു NEP, ഇപ്പൊ FIUGP സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെട്ടല്ലോ. എൻട്രി എക്സിറ്റ് ഇല്ലാതെയാണ് നടപ്പിലാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അതിൽ സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാകണം. ഇപ്പൊ ഞങ്ങൾ കാണുന്നത് വെച്ചാൽ ഞങ്ങൾ സോഷ്യലിസ്റ്റ് സംഘടന, സോഷ്യലിസം നടപ്പിലാക്കപ്പെട്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന്റെ അടിസ്ഥാനം എന്താ? ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഇടപെടും എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി ഇപ്പോൾ ഉള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങളുടെ കൺസേൺസ് അറിയിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലും ഉണ്ടാവും. ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ സ്ഥാപിച്ച കോഴ്സുമായി ബന്ധപ്പെട്ട് ഗവർണർ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അതിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ ഗവർണർ തന്നെ ഞങ്ങൾ ആ ബാനറൊക്കെ പണ്ടേ വെച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ഗവർണർക്ക് വെച്ചതാണ്. ഈ ഗവർണർക്ക് അത് കൊണ്ടു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിൽ നിങ്ങൾ പ്രത്യേകമായി കാണേണ്ടത് സവർക്കർ, ഞങ്ങൾ ഇവിടെ മുദ്രാവാക്യങ്ങൾ വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു. വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ. ഇതായിരുന്നു ആവശ്യം. ന്യായമായ ആവശ്യമാണ്. അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ലല്ലോ. ചാൻസലറാണ് ആവശ്യം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ സവർക്കർ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെന്താ സവർക്കറെ മോശമായി കാണുന്നു, അയാൾ ത്യാഗം ചെയ്തു എന്നൊന്നും ഗവർണർ അവിടെ പറയേണ്ടിയിരുന്നില്ല. കാരണം അത്തരമൊരു കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടന്നിട്ടില്ല. സവർക്കറെ കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. സവർക്കർ ആരാണെന്നും എന്താണെന്നും ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാമെന്നേ. നമ്മളിനി എത്ര സിലബസ് വെട്ടിമുറിച്ചാലും എത്ര ആളുകളെ ചരിത്രത്തിൽ നിന്ന് മാറ്റിയാലും അതൊന്നും മായാൻ പോകുന്നില്ല. ആവർത്തിച്ച് പറയാൻ 1000 നാക്കുകൾ ഇവിടെയുണ്ട്. അതൊന്നും ഒരു ഘട്ടത്തിലും മായില്ല. അതുകൊണ്ട് അതൊന്നും ശരിയായില്ല. ഇതൊന്ന് പൊതുസമൂഹത്തിന്റെ മുന്നാടി ചർച്ച ചെയ്യുന്ന നില ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ സ്വകാര്യ സർവകലാശാലയും മറ്റിലൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ഇവിടെ മുന്നോട്ട് വെച്ച ഇപ്പോൾ SFIയുടെ പ്രസ്ഥാനത്തെയുമായി ബന്ധപ്പെട്ട് SFIയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന പുകിലിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ എന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതെന്നാതായിരിക്കും ചർച്ച എന്നുള്ളത്. ചർച്ച അല്ല, ഞങ്ങളിത് ഈ അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെയും തുടങ്ങിയതല്ല. ഈ അരാജക ലഹരി മരുന്ന് മാഫിയ സംഘങ്ങളെ ക്യാമ്പസിൽ സ്പോൺസർ ചെയ്യുന്നവരായി ഇവർ മാറിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം SFIയുടെ സംഘടിതമായ ഒരു ശക്തിയെ മറികടക്കാൻ പലപ്പോഴും ഇവർക്ക് തെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിലോ കഴിയാറില്ല. അപ്പം അങ്ങനെ ഒരു സംഘത്തെ ക്യാമ്പസിൽ സൃഷ്ടിച്ചെടുക്കുക, അതിന് എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും അവർക്ക് വേണ്ട അരാജക സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നൊരു നിലപാട് ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ക്യാമ്പസുകൾ എടുത്ത് പരിശോധിച്ചാൽ SFIയെ പരാജയപ്പെടുത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘങ്ങളിൽ ഇവരുണ്ട്, ഇത്തരം കൂട്ടങ്ങളുമുണ്ട്, ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഓരോ പേരിലും അറിയപ്പെടുന്നു. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്. ആ പേജുകളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. അവരിൽ ഉൾപ്പെടുന്ന ആളുകൾ വ്യത്യസ്ത സംഘടനകളുടെ നേതാക്കന്മാരാണ്. ഇപ്പോൾ ഞാൻ ബ്രണ്ണനിലെ കാര്യം പറഞ്ഞത് അങ്ങനെയാണ്. ബ്രണ്ണനിൽ ഇങ്ങനെയൊരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായപ്പോൾ അവർ SFI പ്രവർത്തകരെ അർദ്ധനഗ്നരായിട്ട് യൂണിയൻ പരിപാടിക്ക് ഡാൻസ് കളിക്കണം എന്നായിരുന്നു ആ ഗ്യാങ്ങിൻ്റെ ആവശ്യം. അത് പറ്റില്ല എന്നൊരു നിലപാട് അവിടുത്തെ യൂണിയൻ ചെയർമാനും യൂണിറ്റ് സെക്രട്ടറിയും എടുത്തു. അതിൻ്റെ ഭാഗമായി ഇവർ രണ്ടുപേരെ ഇവരടിച്ചു. അടിച്ചതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി അവിടെ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അടുത്ത് വന്ന പോസ്റ്റർ, SFIയുടെ പോസ്റ്റർ ഇറങ്ങി അടുത്ത നിമിഷം വന്ന പോസ്റ്റർ ABVPയുടെയും KSUവിൻ്റെയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പോസ്റ്ററായിരുന്നു. അതിനകത്ത് രണ്ടും ഇവരിൽപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഈ ഗ്യാങ്ങുകളിൽ നിന്ന്. അപ്പോൾ ഇത് ആശങ്കയോടെ ഞങ്ങൾ കാണുകയാണ്. ഇത് ക്യാമ്പസുകളിലുണ്ട്, ഇത്തരം ഒരു സംഘത്തെ വാർത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് NSS കോളേജിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. UUC, കാലിക്കറ്റ് സർവകലാശാലയിലെ നിലവിലെ UUC, ആ UUC ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. പേര് ദർശൻ, മറ്റൊന്ന് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള റൌഫ്, മറ്റൊന്ന് സൂരജ് വൈസ് പ്രസിഡന്റ്, മറ്റൊന്ന് അഭിനേഷ്. ഇവർ 4 പേരും KSUവിന്റെ നേതാക്കന്മാരാ.